പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് ഞാൻ വായിച്ച് നിങ്ങൾ കേട്ടത്. ഹല്ലേലൂയ. ഈ തിരുവചനം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ അനവധി തവണകൾ ഈ ദൈവവചനം ഞാൻ വായിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം അനവധി തവണ വായിച്ചിട്ടുണ്ട്, പലരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം ഈ ദൈവത്തിനെ എടുത്ത് പ്രസംഗിക്കുന്നത് അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകരം ഈ ദൈവത്തെ കേൾക്കുന്നതും പ്രസംഗിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് ആത്മീയ വർധനമാണ്. അപ്പോൾ നാം വായിച്ച ദൈവത്തിൻ്റെ വചനമാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചു. ഹല്ലേലൂയ. ഇത് ദൈവസഭയ്ക്കകത്ത് ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചവരാണ്. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ ശുശ്രൂഷയ്ക്കായി നിയമിച്ചവരുടെ പട്ടികയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ദൈവ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ, യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ ദൈവവചനത്തിലൂടെയുള്ള ദൈവിക സാന്നിധ്യവും ദൈവിക അത്ഭുതങ്ങളും ദൈവികമായ കൃപയും കേൾക്കുന്നവർക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവകരങ്ങളിൽ നാം ഉപയോഗിക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവം നിങ്ങൾക്ക് ശുശ്രൂഷകൾ തരുമ്പോൾ, ദൈവം നിങ്ങൾക്ക് വെളിപ്പാടുകൾ നൽകുമ്പോൾ, ദൈവം നിങ്ങൾക്ക് ആലോചനകൾ നൽകുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഹല്ലേലൂയ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിച്ചിട്ട് ആ നൽകുന്ന വെളിപ്പാടിൻ്റെയും ദർശനത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ നിങ്ങൾ ദൈവത്തിന് പ്രാർത്ഥനയോടെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്തോത്രം ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പലർക്കും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടാതെ കിടക്കുമ്പോൾ ദൈവം ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ആധികാരികമായ മർമ്മങ്ങൾ ഹല്ലേലൂയ വെളിപ്പെടുത്തി തന്നിട്ട് ഈ കാലഘട്ടത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയോട് ദൈവിക സന്ദേശം അധികാരത്തോടെ വിശുദ്ധിയോടെ പ്രസംഗിക്കുവാൻ ദൈവം ഒരു തലമുറയെ തികയുന്നു. അതിനകത്ത് നിങ്ങൾ ഒരാളായിരിക്കട്ടെ എന്നാണ് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. കർത്താവ് ഈ തലമുറയിൽ ദൈവിക മർമ്മങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തുവാൻ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി എന്നെ ഒന്ന് പണിതെടുക്കണമെന്ന് സ്തോത്രം നാം ദൈവത്തോട് അപേക്ഷിക്കുന്നെങ്കിൽ പ്രിയരെ, നിശ്ചയമായിട്ടും ദൈവം നിങ്ങളുടെ മേൽ നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ പകരുകയും ഇന്ന് വരെ ചെയ്തിട്ടില്ല ചില ശുശ്രൂഷകൾ ദൈവം നിങ്ങളോട് ചെയ്തെടുക്കും. രക്തം ചെയ്യാൻ. ഹല്ലേലൂയ. അപ്പം വിശ്വസിക്കുന്ന ദൈവമക്കളെ രാമ്യം പറഞ്ഞാട്ട് ഹല്ലേലൂയ. അപ്പം ദൈവകരങ്ങളിൽ നാം ഉപയോഗിക്കപ്പെടണം, ദൈവകരങ്ങളിൽ നാം പണിയപ്പെടണം. ഹല്ലേലൂയ. അതിന് നാം ദൈവത്തിന് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തിന് നമ്മെ താഴ്ത്തി കൊടുക്കുമ്പോഴാണ് ഹല്ലേലൂയ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ പണിയുവാൻ തുടങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ നാം എത്രമാത്രം താഴ്ന്നു, എത്രമാത്രം താഴ്ത്തി കൊടുക്കുന്നു, വചനത്തിന് മുമ്പിൽ ഇരുന്നു കൊടുക്കുന്നു, അത്രമാത്രം ദൈവം നമ്മെ നിറച്ചുകൊണ്ടിരിക്കും. വേദപുസ്തകം പഠിച്ചാലെല്ലാം അങ്ങനെയാണ് കാണുന്നത്. സ്തോത്രം. അതിനും ഒരു അടിസ്ഥാനം ദൈവം വെക്കുന്ന വ്യവസ്ഥ നാം വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവം അശുദ്ധരായി ജീവിക്കുന്നതിലൂടെ ദൈവം സ്വർഗരാജ്യത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാലഘട്ടത്തിലും വിശുദ്ധനായി നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവ ഇഷ്ടം ചെയ്യുന്ന, വചനം അനുസരിക്കുന്ന തൻ്റെ ഭക്തന്മാരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ.
പ്രൈസലോട് ഹല്ലേലൂയ. അവൻ രക്തം ചെയ്യുന്ന പകൽ പ്രിയരെ നമുക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ ഈ കാലഘട്ടം വല്ലാത്ത ദുരവസ്ഥയിലേക്കും ദുരന്തത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തലമുറകളെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും വിധേയപ്പെട്ട് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അക്രമങ്ങളും അരാജകത്വങ്ങളും പെരുകുമ്പോൾ ഇന്ന് വരെ നമ്മുടെ കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത നമ്മെ നെടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നാം ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ ദൈവകരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം ഒരുക്കുന്നെങ്കിൽ സ്തോത്രം. ദൈവം നമ്മളിലൂടെ ചില മഹത്വമേറിയ ശുശ്രൂഷകൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നാളുകളായി ദൈവവിളി വിട്ട് ഇറങ്ങിയിട്ട് ഇന്ന് വരെ താങ്കൾക്ക് ദൈവസന്നിധി ഉപയോഗിക്കപ്പെടുവാൻ ദൈവസന്നിധി വേണ്ടതുപോലെ പ്രയോജനപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധി നിങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയോടുകൂടി വരുന്നെങ്കിൽ നിങ്ങൾ ആത്മദാഹമുള്ളവരായി മാറുന്നെങ്കിൽ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ശക്തമായ ശുശ്രൂഷകൾ പകരാൻ ആഗ്രഹിക്കുക. ജീവിത ക്ലേശങ്ങളും ജീവിത ഭാരങ്ങളും ജീവിത ദുഃഖങ്ങളും കണ്ണുനീരുകൊണ്ട് കടന്നു പോകുന്ന ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ വിവിധ തലങ്ങളിൽ മാനസികമായി നിരാശപ്പെട്ടിരിക്കുന്ന ആകുലതകൾ കൊണ്ട് നിറയപ്പെട്ട ഹല്ലേലൂയ മരണം മാത്രം മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ആയിരങ്ങൾ എനിക്കും നിങ്ങൾക്കും ചുറ്റിലും വസിക്കുമ്പോൾ ഹല്ലേലൂയ ചുറ്റുമുള്ള കുടുംബങ്ങൾ നോക്കി കണ്ണുനീർ കാണുമ്പോൾ നിലവിളികൾ ഉയരുമ്പോൾ ഞാനും നിങ്ങളും മൗനമായി ഇരിക്കാതെ സ്തോത്രം നാം ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കി ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുക നമ്മെ തന്നെ ഏൽപ്പിച്ചിട്ട് കഷ്ടം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുവാൻ കഴിയണം. രക്തം ചെയ്യാം ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അത് ചെയ്യുവാൻ കഴിയണം. അപ്പോൾ നമുക്കറിയാം ദൈവം സഭയിൽ അപ്പോസ്തലന്മാരെ സുവിശേഷകന്മാരെ ഹല്ലേലൂയ ഇടയന്മാരെ പ്രവാചകന്മാരെയൊക്കെ എഴുന്നേൽപ്പിക്കുക. എന്താണ് അവരിൽ കൂടെ ദൈവം ശക്തമായ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമായി ശിഷ്യന്മാർ യേശുവിൻ്റെ അമ്മയടക്കം 120 പേർ മർക്കോസിൻ്റെ മാളികമുറിയിൽ കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്ന് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ വലിയ മുഴക്കം ആകാശത്ത് കൂടിയിരുന്ന വീട് നിറച്ചു അത്യജാല പോലെ പ്രവർത്തിക്കുന്ന നാവുകൾ അവർ ഓരോരുത്തരും പതിഞ്ഞു. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങിയെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതേ പത്രോസ് അടക്കമുള്ള ഹല്ലേലൂയ യേശുവിൻ്റെ ശിഷ്യന്മാർ ആത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവം അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പണിയുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഭീരുവായിരുന്ന യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് അതേ നാവുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിപ്പിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പം പത്രോസിന് ഭീരുമായി യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ തൻ ആത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിനെ ഏറ്റുപറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിലെ ഭീരുത്വങ്ങളെ മാറ്റിയിട്ട് ദൈവം നിങ്ങളെ ആത്മാവിൽ നിറച്ചിട്ട് നിങ്ങളെ ശക്തമായൊരു പ്രഭാഷകനാക്കി മാറ്റുവാൻ ശക്തമായൊരു ശുശ്രൂഷകനാക്കി മാറ്റുവാൻ ശക്തമായി ദൈവിക സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ചിലരോടൊക്കെ ഇടപെടുന്നത് ശക്തമായി ചിലരോടൊക്കെ ദൂത് പറയുന്നത് ദൈവ വിളി നിങ്ങളുടെ മേലുണ്ട്. ശുശ്രൂഷകൾ തിരിച്ചറിയുവാൻ കഴിയാതെ ശുശ്രൂഷകൾ മനസ്സിലാക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന സഹോദര ഇന്ന് പകൽ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ പത്രോസിനെ ഉപയോഗിച്ച ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം പത്രോസ് ദൈവകരങ്ങളിൽ പണിയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറി, സംസാരത്തിൻ്റെ ശൈലികൾ മാറി, ഭാഷയുടെ ശൈലികൾ മാറി, തൻ്റെ ജീവിതത്തിലെല്ലാം ഒരു
ആകമാനം മാറ്റം വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ്, ഹല്ലേലൂയ, ആമീൻ, പത്രോസ് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞ് പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ വന്ന് വാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളി. നിങ്ങൾ ഊഹിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതത്രേ. ഹല്ലേലൂയ. അതെന്തെന്നാൽ, ഹല്ലേലൂയ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആമീൻ, പത്രോസിൻ്റെ ഒരു പ്രസംഗം മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ചൂടുപിടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്, അങ്ങനെയാണ് ദൈവം നമ്മെ പണിയുന്നത്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മൊന്ന് പണിയപ്പെടാൻ വേണ്ടി, സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആമീൻ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് യഹൂദന്മാർ പരിഹാസോദ്യമായി, ഹല്ലേലൂയ, അവർ പറയുമാണ്, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട പത്രോസിൻ്റെ ഹൃദയത്തിനകത്ത് ചൂടുപിടിച്ചു. ഹല്ലേലൂയ. അപ്പം അവൻ ശിഷ്യന്മാരെല്ലാം അവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുകയാണ്. അത് കേട്ട അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിൻ്റെ ഹൃദയത്തിനകത്ത് ചൂട് പിടിച്ച്, ഹല്ലേലൂയ, ആമീൻ, ചൂട് പിടിച്ചു. ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രസംഗം അങ്ങോട്ട് നടത്തി. ഹല്ലേലൂയ. അപ്പം അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ചു കഴിയുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു പ്രസംഗം അങ്ങോട്ട് നടത്തി. ഭീരുവായി കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ താൻ തള്ളിപ്പറഞ്ഞ അതേ യേശുവിനെ ഏറ്റുപറഞ്ഞ് പ്രസംഗിക്കുന്നു. പത്രോസിന് കർത്താവ് നൽകിയ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. ഹല്ലേലൂയ, സ്തോത്രം. ആമീൻ. താൻ ഇവിടെ യഹൂദന്മാർക്കും ജാതികൾക്കും സ്വർഗീയ കവാടം തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അത് നമുക്കറിയാം, ആമീൻ, കടപ്പുറത്ത്, ഹല്ലേലൂയ, മീൻ പിടിച്ചു കൊണ്ടിരുന്ന ഒരു മുക്കുവനായിരുന്ന പത്രോസിന്, ഹല്ലേലൂയ, ആമീൻ, ഇത്രമാത്രം ദൈവം ശക്തമായി തൻ്റെ കരങ്ങളിൽ പണിയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് വചനം കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന് നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നിയോഗമുണ്ട്, നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. നിന്റെ തലമുറയിൽ കൂടി ദൈവം, ഹല്ലേലൂയ, ഒരു കൂട്ടം ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ കൂടെ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൽ നിങ്ങൾ എഴുതിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ, ദൈവരാജ്യത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ, സുവിശേഷം വിളിച്ചു പറഞ്ഞാൽ, ഹല്ലേലൂയ, പാപത്തിൻ്റെ അടിമത്തത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന, ഇരുളിൻ്റെ ആധിപത്യത്തിൽ വീണ് കിടക്കുന്ന, രോഗബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്ന, പൈശാചികമായ ശക്തികളാൽ കുടുങ്ങപ്പെട്ട് കിടക്കുന്ന, ദുരാത്മാക്കളാൽ ബാധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങളുടെ നാവിലൂടെ ദൈവം അധികാരത്തോടെ ദൈവവചനം, ആമീൻ, ദേശത്തോട് വിളംബരം ചെയ്യുവാൻ ദൈവം നിങ്ങളെ അന്വേഷിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയട്ടെ. അതുകൊണ്ടാണ് പത്രോസിന് സത്യവചനത്തെ, ഹല്ലേലൂയ, യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാനൊക്കെ 2 തിമോഥെയോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയരേ, നാം ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് മറ്റു കൂട്ടൊന്നും ചേർക്കരുത്, മറ്റൊന്നും കൊണ്ട് അതിനകത്ത് ചേർക്കരുത്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോഴാണ് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത്. സ്തോത്രം. വചനം പ്രസംഗിക്കുമ്പോഴാണ് പാപബോധം ഉണ്ടാകുന്നത്, വചനം പ്രസംഗിക്കുമ്പോഴാണ് മാനസാന്തരം ഉണ്ടാകുന്നത്, വചനം പ്രസംഗിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, വചനം പ്രസംഗിക്കുമ്പോഴാണ് ഒരുത്തൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നത്, വചനം പ്രസംഗിക്കുമ്പോഴാണ് ദേശത്ത് വിടുതൽ നടക്കുന്നത്. അതുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനത്തോട് മറ്റൊന്നും ചേർക്കരുത്.
അല്ലേ? ദൈവത്തിനെ ശുശ്രൂഷിക്കാൻ നമ്മൾ ഈ ലോകകാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. മനുഷ്യൻ പ്രയോജനപ്പെടുന്ന മനുഷ്യൻ ബോധ്യപ്പെടേണ്ട കാര്യങ്ങളെ പറയാവുള്ളൂ. സ്തോത്രം. മനുഷ്യന് ബോധ്യപ്പെടേണ്ടതും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അതിന് അനുയോജ്യമായ കാര്യങ്ങളല്ലാതെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, പത്രോസിന്റെ ഒരു പ്രസംഗത്തിനകത്ത് 3000-ഓളം ജനം ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ട് ഹല്ലേലൂയ അവ യജമാനന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം പത്രോസിന്റെ ഒരു പ്രസംഗത്തിനകത്ത് ഹല്ലേലൂയ 3000-ഓളം പേർ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചതാ. എന്താണ് യേശുവിനെ കുറിച്ച് അവർ പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അത്രമാത്രം ശക്തിയോടെ ഹല്ലേലൂയ പത്രോസ് വിളിച്ചു പറഞ്ഞു, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അവൻ എന്ന് പത്രോസ് പറഞ്ഞ് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി സ്തോത്രം 2-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 37-ാം വാക്യത്തിലേക്ക് വരുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പം ദൈവവചനം പ്രസംഗിച്ചപ്പോൾ, ദൈവവചനം കേട്ടുകഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ യെരൂശലേം ദേവാലയത്തിൽ ഹല്ലേലൂയ കാളകളെ അറുത്തുള്ള യാഗം നടത്തുമ്പോൾ ഇവിടെ മാർക്കോസിന്റെ മാളികമുറിക്കകത്ത് വെറും 120 പേര് ഇപ്പുറത്ത് നടക്കുന്ന പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട ശുശ്രൂഷ വെളിപ്പെട്ടപ്പോൾ ഹല്ലേലൂയ 3000-ഓളം ജനമാണ് ഒറ്റ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടണം. നിങ്ങൾ ദൈവകരങ്ങളിൽ പണിയപ്പെടണം. നിങ്ങളെ ദൈവം പണിതെടുക്കുവാൻ, നിങ്ങളിലൂടെ സ്വർഗരാജ്യത്തിന്റെ ശുശ്രൂഷ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്റെ മേൽ അഭിഷേകത്തെ പകരാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്റെ മേൽ കൃപകൾ പകരാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാടിനെ നൽകുവാൻ, ദർശനങ്ങൾ നൽകുവാൻ, പ്രവചനത്തിന്റെ ആത്മാവിൽ നിന്നെ നിറയ്ക്കുവാൻ, രോഗശാന്തിയുടെ വരം നിന്റെ മേൽ പകരുവാൻ, ഭൂതശാന്തിയുടെ വരം നിന്റെ മേൽ പകരുവാൻ, വീര്യപ്രവർത്തികൾ നിന്നിലൂടെ ചെയ്തെടുപ്പാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ പണിതെടുക്കും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഒന്ന് ആമീൻ പറഞ്ഞിട്ട് അതേപോലെ ദൈവം നമ്മെ എത്രമാത്രം ശക്തമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട് 3000-ഓളം പേര് ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഹല്ലേലൂയ അവർ ദൈവത്തിൻ്റെ വചനം കേട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനകത്ത് വിശ്വസിച്ച് അവർ കർത്താവായ യേശുക്രിസ്തുവിനെ സാക്ഷീകരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ദൈവസഭയോട് ചേർന്നെന്ന്. സ്തോത്രം. ഇത് ലോകത്തിന് മറച്ചു വെക്കാൻ പറ്റുന്ന സംഭവമല്ല. പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ 3000-ഓളം ജനം തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാരമ്പര്യം വിട്ട് ഹല്ലേലൂയ അവർ നിന്ന് ഉപദേശങ്ങൾ വിട്ടിട്ട് അവർ നിന്ന് സാഹചര്യങ്ങൾ മാറി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട സഭയുടെ ഭാഗമായി മാറിയെന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ഈ തിരുവെഴുത്തിനെ ലോകം മറച്ചു വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. പക്ഷേ ലോകം മറച്ചു വെച്ചാലും മറച്ചു വെക്കാൻ പറ്റാത്തതുപോലെ ലോകത്തിൽ ഇത് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം പ്രിയ സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം മേൽക്കുമേൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇതിനെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ പ്രസംഗത്തെ, സുവിശേഷ പ്രസംഗത്തെ ആർക്കും അടച്ചൊതുക്കി വെക്കാൻ പറ്റത്തില്ല. ആർക്കും ഇതിന് കടിഞ്ഞാണിടാൻ പറ്റത്തില്ല. ആർക്കും താഴിട്ട് പൂട്ടാൻ പറ്റത്തില്ല. അങ്ങനെ കടിഞ്ഞാണിടാൻ വന്നവരും താഴിട്ട് പൂട്ടാൻ വന്നവരും ഇതിനെ അടിച്ചമർത്താൻ വന്നവരൊക്കെ അതിൻ്റെതായ പരിണിത ഫലം അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. രക്തം ചെയ്യുന്ന പകൽ ദൈവത്തിൻ്റെ വചനം ശക്തിയേറിയതാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തോളം ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ദൈവവചനത്തെ ആർക്കും അമർത്തിക്കളയാൻ കഴിയത്തില്ല. രക്തം ചെയ്യും. അതുകൊണ്ട് നാം ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടണം. അപ്പോൾ 3000-ഓളം ജനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ സുന്ദരമെന്ന ദൈവാലയത്തിൽ ചെല്ലുന്നവർ ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്.
അപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് സുന്ദരമെന്ന ഗോപുര ദൈവാലയത്തിൻ്റെ മുമ്പിൽ ഇരുത്തുമാറുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ദൈവവചനം പറയുമ്പോൾ ഇവിടെ പറയുന്ന സുന്ദരമെന്ന ദൈവാലയ ഗോപുരം മനോഹരമായ കുരിന്ത്യൻ ഹല്ലേലൂയ വെള്ളോടുകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നതിനാൽ അത്യാകർഷകമായിരുന്നു എന്നാണ്. ഹല്ലേലൂയ. അത്യാകർഷകമായിരുന്നു. ജാതികളുടെ പ്രാകാരത്തിൽ നിന്നും സ്ത്രീകളുടെ പ്രാകാരങ്ങളിലേക്ക് കടക്കുവാനുള്ള നീക്കോവാർ കവാടമായിരിക്കാം ഇതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ആ ദൈവാലയ ഗോപുരം അതീവ സുന്ദരമായിരുന്നുവെങ്കിലും ഹല്ലേലൂയ അവിടെ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന മനുഷ്യന് യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അപ്പം ദൈവാലയ ഗോപുരം കണ്ട വളരെ മനോഹരമായ ഹല്ലേലൂയ വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ പണിതൊക്കെ ഉയർത്തി വെച്ചിരിക്കുന്ന സുന്ദരമെന്ന ഗോപുര ദൈവാലയത്തിൻ്റെ ഹല്ലേലൂയ പടിക്കൽ ഈ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ കിടക്കുവാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. ഹല്ലേലൂയ. ഈ മനുഷ്യൻ 40 വയസ്സുണ്ടായിരുന്നു എന്നാണ്, 40 വയസ്സുണ്ടായിരുന്നു. അടുത്ത അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്വതന്ത്ര ഹല്ലേലൂയ ഭാഗത്തേക്ക് കിടക്കാൻ സമയമില്ല. അപ്പം 40 വർഷം ഭിക്ഷ യാചിച്ച് ഹല്ലേലൂയ ഈ ഗോപുര ദേവാലയത്തിൽ കിടന്ന മനുഷ്യന് ഒരു സൗഖ്യം കിട്ടിയിട്ടില്ല. എത്രയോ പ്രസംഗം കേട്ടു, എത്രയോ സന്ദേശം കേട്ടു, എത്രയോ ആളുകളെ കണ്ടു, എത്രയോ ആളുകൾ തൻ്റെ മുമ്പിൽ കൂടെ കടന്നുപോയി. ഒരു മനുഷ്യർക്കും ഹല്ലേലൂയ ആ മനുഷ്യൻ്റെ കാലിന് സൗഖ്യം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇന്നും പകൽ ദൈവത്തിന് വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ഇന്നും കാണുന്നില്ല എത്രയോ പേരാണ് ഹല്ലേലൂയ ദൈവാലയ ഗോപുരത്തിന് മുമ്പാകെ ഇതുപോലെ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഒരു വിടുതലിന് വേണ്ടി കിടക്കുന്നത്. സ്തോത്രം. കാലങ്ങളായിട്ട് കിടന്നിട്ടും ഒരു വിടുതലുമില്ലാതെ കിടക്കുന്ന അനുഭവം ഇന്നും നമുക്ക് കാണാൻ കഴിയും. അന്നത്തെ പോലെ ഹല്ലേലൂയ. സ്തോത്രം. അവിടെയാണ് സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അവിടെ എന്താണ് സംഭവിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസും യോഹന്നാനോട് സ്തോത്രം പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന് പ്രാരംഭം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ മുടന്തനായ മനുഷ്യൻ പത്രോസും യോഹന്നാനും കൂടെ ദൈവാലയത്തിൽ കടക്കാൻ പോകാൻ നോക്കി. അവരെ ഉറ്റുനോക്കി. എന്തെല്ലാം നോക്കി? വല്ലതും കിട്ടുമെന്നോർത്ത് അവൻ നോക്കുന്നത്. സ്തോത്രം. അപ്പോൾ പത്രോസ് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവരെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ക്ഷണത്തിൽ അവൻ്റെ കാലിൽ നരിയാണി ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. ഹല്ലേലൂയ. അപ്പം 40 വർഷമായിട്ട് പലരും അതിലൂടെ വന്നു പോയിട്ടുണ്ട്. പല ശുശ്രൂഷകൾ നടത്തുന്നുണ്ട്. പലരുടെ ശുശ്രൂഷ ഈ പുള്ളി കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത സൗഖ്യം. ആത്മാവിൽ നിറഞ്ഞവൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ, ദൈവ നിയോഗമുള്ളവൻ, ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന പത്രോസ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് ഹല്ലേലൂയ പത്രോസിന് ഹല്ലേലൂയ പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നടക്ക എന്ന് പറഞ്ഞു. അപ്പം പത്രോസിൻ്റെ ഈ യോഹന്നാൻ്റെ കയ്യിലെന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമമുണ്ട്. ഹല്ലേലൂയ. വെള്ളിയും പൊന്നും കൊടുത്തുള്ള ശുശ്രൂഷയല്ല അവിടെ നടന്നത്, യേശുവിൻ്റെ നാമത്തിലുള്ള ശുശ്രൂഷയാണ്. അതേപോലെ ഒരു വെള്ളിയും പൊന്നും കൊടുത്തൊന്നും വിടുതൽ കിട്ടത്തില്ല. യേശുവിൻ്റെ നാമം പറഞ്ഞാൽ അതിനകത്ത് വിടുതലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? പത്രോസിനെ ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ സ്തോത്രം ഈ മനുഷ്യന് സൗഖ്യം വരികയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ വില താങ്കൾ തിരിച്ചറിഞ്ഞാൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത മഹത്വമേറിയ ശുശ്രൂഷയാണ് ദൈവം നിങ്ങളിലൂടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിങ്ങളോട് പറയുന്ന ദൂത് നിങ്ങളിൽ ചിലരെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നാവ് കൊണ്ട് ദൈവവചനം പറയുമ്പോൾ, യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഈ മുടന്തിന് സൗഖ്യം പ്രാപിച്ചതുപോലെ ചില മുടന്തുള്ളതും ഉളുക്കുള്ളതും നിങ്ങളുടെ മുമ്പിൽ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തിൽ സ്തുതിച്ചാട്ട് രക്തം ചെയ്യും.
ഏറ്റെടുക്കണം, ശുശ്രൂഷ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അപ്പം എന്താണ് സംഭവിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും നടന്നിട്ടില്ലാത്ത മുടന്തൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ നടന്നും തുള്ളിയും ദൈവാലയത്തിൽ കടന്ന് ആമേ രോഗശാന്തി രോഗശാന്തി പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. അതേപറ്റി ഇന്ന് എന്ത് വലിയ മാറ്റമാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായത്. 40ഓളം വർഷം കണ്ണുനീരിൽ കൂടി സങ്കടപ്പെടുത്ത ഒരു വിഷക്കാരെന്നുള്ള പേരിന് യോഗ്യനായി മാറിയവൻ, മറ്റുള്ളവരുടെ നിന്ദയ്ക്കും അപമാനത്തിനും തുപ്പലിനും പരിഹാസപാത്രമായി മാറിയവൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചപ്പോൾ മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടുകയാണ്. ഹല്ലേലൂയ. മുടന്തൻ മാനിനെ പോലെ ചാടുന്നു. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു പാപിയുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റമാണ് അത് കാണുന്നത്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവത്തിലേക്ക് വരുന്നൊരു പാപിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പം മുടന്തൻ്റെ കാലുകൾക്ക് ബലം ദൈവം കൊടുത്തു. അവൻ തൻ്റെ കാലുകളെ മാൻപേടകാലുകൾക്ക് തുല്യമാക്കി എന്ന സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകരം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരേ, ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവകരങ്ങളിൽ നിങ്ങളെ പണിയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അതേ സുവിശേഷം ലോകത്തിൽ വ്യാപിക്കുവാൻ, ലോകത്തിൽ മാനവകുലത്തിൻ്റെ മുഴുവൻ നടുവിലും മനുഷ്യവാസം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ സുവിശേഷം ശക്തമായിട്ട് ഈ നാളുകളെ അറിയിക്കുവാൻ, ദൈവത്തിന് വചനം ഘോഷിക്കുവാൻ ദൈവം നിങ്ങളെ അന്വേഷിക്കുന്നു. സ്തോത്രം. ദൈവവിളിയുള്ള ദൈവത്തിൻ്റെ പൈതൃകം ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പം കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഏറ്റവും നല്ല മാന്യമായൊരു ജോലിയാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. സ്തോത്രം. ആരുടെയും ഹല്ലേലൂയ മുമ്പിൽ നമ്മൾ തലമുനിക്കേണ്ട കാര്യങ്ങളൊന്നും. കാരണം നമ്മൾ പറയുന്നത് അഴിമതിയുടെയും കരിഞ്ചന്തയുടെയും പുഴുത്തുവെപ്പിൻ്റെയും വലിയ കൈക്കൂലിയുടെയും സന്ദേശങ്ങളൊന്നും അല്ല പറയുന്നത്. ഹല്ലേലൂയ. നാം പറയുന്നത് നസ്രയനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ കാണുന്ന ഭൂമണ്ഡലത്തെ മുഴുവൻ സൃഷ്ടിച്ച സകല ജനത്തെയും ഒരുപോലെ കാണുന്നവൻ, ശക്തനായിരിക്കുന്ന, സർവത്തിൻ്റെയും അധികാരിയായിരിക്കുന്ന, സർവ്വവ്യാപിയായിരിക്കുന്ന, സർവ്വജ്ഞാനിയായിരിക്കുന്ന ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് നാം വിളിച്ചു പറയുന്നത്. അതൊരു അഭിമാനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്നൊരു അഭിമാനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതൊരു അന്തസ്സാണ്. ഏറ്റവും മാന്യമായ ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. സ്തോത്രം. അല്ലേ? എന്താണ് സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം, സ്വർഗരാജ്യത്തിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പത്രോസ് എന്ന മനുഷ്യൻ ദൈവകരങ്ങളിൽ പണിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവകരങ്ങളിൽ പണിയാൻ പണിത് കഴിഞ്ഞപ്പോൾ പത്രോസിലൂടെ ദൈവം ചെയ്തെടുത്ത ശുശ്രൂഷ. ഹല്ലേലൂയ. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിൻ്റെ രണ്ടാമത്തെ പ്രസംഗം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പത്രോസിൻ്റെ രണ്ടാമത്തെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിലെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ മുടന്തന് സൗഖ്യം പ്രാപിച്ചപ്പം പ്രാപിച്ചു കഴിഞ്ഞ് അവിടെ നടന്ന സംഭവമാണ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 11-ാം വാക്യം. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം കൊണ്ട് ശലോമോൻ്റെതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ഹല്ലേലൂയ. കണ്ടോ? ശുശ്രൂഷ കൊണ്ട് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുടന്തൻ പത്രോസിനോടും യോഹന്നാനും കൂടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം കൂടെ അങ്ങോട്ട് ഓടിക്കൂടുക. എന്താണ്? സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ജീവിതത്തിൽ തകർന്നിരിക്കുന്ന അനുഭവമാണോ, മടുത്തിരിക്കുന്ന അനുഭവമാണോ, വിടുതലില്ലാതെ കണ്ണുനീരിൻ്റെ നടിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണോ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ സ്തോത്രം, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ മാറ്റിത്തരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതം മടുത്തല്ലുക, രോഗം കൊണ്ട് ബന്ധിച്ച്, രോഗം നിന്നെ ബന്ധിച്ച്, പാപം നിന്നെ ബന്ധിച്ച്, ശാപത്തിൻ്റെ കെട്ടുകൾ നിന്റെ കുടുംബത്തിനകത്ത് മാറാതെ കിടക്കുന്നുണ്ടെങ്കിൽ, കണ്ണുനീര് മാത്രമാണെങ്കിൽ, ദുഃഖങ്ങൾ മാത്രമാണ്, മുറവിളി മാത്രമാണ് നിന്റെ ജീവിതത്തിലുള്ളെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി ഒന്നും താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, പാപങ്ങളിൽ ഏറ്റുപറയാൻ താങ്കൾ തയ്യാറായാൽ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്തൊരു വിടുതൽ സംഭവിക്കും. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഈ പ്രഭാതത്തിൽ ചിലരുടെ ദൂത് പറയുക.
ഇന്നും നിന്റെ കുടുംബത്തിനകത്തൊരു വിടുതൽ സംഭവിക്കുമെന്ന്. മാറാ രോഗിയായിട്ട് നീ ഭാരപ്പെട്ട് കിടക്കുകയാണോ? രോഗം നിന്നെ അലട്ടുകയാണോ? രോഗം നിന്നെ തകർത്ത് കളയുകയാണോ? ഇന്ന് പകൽ ഒരു വിടുതൽ നിന്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ശിരസ് തൊട്ട് ഉള്ളങ്കാൽ വരെ ആമീൻ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന ചില രോഗങ്ങൾ, ഹല്ലേലൂയ, ആമീൻ ശരീരത്തെ തളർത്തിക്കളയുന്ന ക്ഷീണിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ, ഹല്ലേലൂയ, കൈകാലുകൾ മുഴുവൻ അല്ലെങ്കിൽ വേദന കൊണ്ട് പുളയുന്ന ചില അനുഭവങ്ങൾ, എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ നിന്നെ തളർത്തുന്ന ചില സാഹചര്യങ്ങൾ, ആമീൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അനുഭവത്തിനെ വിടുവിച്ച് പുറത്തു കൊണ്ട് സൗഖ്യമാക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ സ്വതം പറഞ്ഞാട്ട് അത് ഇന്ന് പകൽ നിങ്ങൾ എന്നെ അവൻ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊരു ആമീൻ ഏതെങ്കിലും വിധത്തിൽ രോഗം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആമീൻ മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽ രോഗം ആ ഉള്ള ഭാഗത്ത് നിങ്ങളുടെ വലം കൈ അങ്ങോട്ട് വെച്ചിട്ട് എന്നോട് ചേർന്ന് നിൽക്കുന്നു പറയാൻ കഴിയുമോ? യേശുവേ, നീ സുന്ദരമെന്ന് ഗോപുര ദേവാലയത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി കിടന്ന മനുഷ്യന് നീ സൗഖ്യം കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ഞാൻ അനുഭവിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം തരണം. ഇന്ന് പകൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ രോഗമുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിങ്ങളുടെ വലം കൈ വെച്ചിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗാത്മാവിൻ്റെ ശരീരം വിട്ട് പുറത്തു വന്ന് കൽപ്പിക്കും. ഇപ്പോൾ അത് സംഭവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ അത് സംഭവിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് രോഗസൗഖ്യം ഏറ്റെടുത്ത്, ഹല്ലേലൂയ, ദൈവം ഇന്ന് പകൽ ചില വിടുതലുകൾ നൽകാൻ പോവുകയാണ്. ദൈവം ഇന്ന് പകൽ ചില അതിശയം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. ദൈവം ഇന്ന് പകൽ ചില വിടുതലുകൾ, അല്ലെങ്കിൽ ചില അതിശയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. അല്ലെങ്കിൽ കുരുടന് കാഴ്ച കൊടുത്തവനാണ്, ചെകിടിനെ കേൾക്കുമാറാക്കിയവനാണ്, അല്ലെങ്കിൽ മുടന്തനെ നടക്കുമാറാക്കിയവൻ, കുളക്കരയിൽ കിടന്ന മനുഷ്യനെ ആമൻ സൗഖ്യമാക്കിയവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമൻ രക്തസാപം പിടിച്ച സ്ത്രീക്ക് സൗഖ്യം കൊടുത്തവൻ. ഹല്ലേലൂയ. ആമൻ ഇന്ന് പകൽ പ്രിയരെ ദൈവം നിനക്ക് സൗഖ്യം തരാൻ പോവുകയാണ്. മരണകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ചില വിഷയത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, സ്തോത്രം, എന്താ ചെയ്യും? കർത്താവ് സൗഖ്യം തരാൻ പോവുകയാണ്. അപ്പം ഹല്ലേലൂയ. അപ്പം പത്രോസിനെ ദൈവം തൻ്റെ കരങ്ങളിൽ പണിയുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭീരുവായ പത്രോസ്, ഹല്ലേലൂയ, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പൂർണ്ണനായി കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആമീൻ, താൻ തള്ളിപ്പറഞ്ഞ യേശുവിനെ കുറിച്ച് അങ്ങോട്ട് പ്രസംഗിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ, യഹൂദന്മാർക്കും പുറജാതികൾക്കും സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക മാത്രമല്ല, ആമീൻ, പത്രോസിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുക. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ ദൈവം ശക്തമായിട്ട് നമ്മളിലൂടെ ശുശ്രൂഷ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേപറ്റി ലോകം കരിതുള്ളി നിൽക്കുകയാണ്. ലോകം അന്ധകാരത്തിലാണ്. ലോകം ഇരുളിൻ്റെ ആധിപത്യത്തിലാണ്. അതിൻ്റെ നടുവിൽ വെളിച്ചം വീശണം. വെളിച്ചം വന്നേ മതിയാകുള്ളൂ. വെളിച്ചം വന്നെങ്കിൽ ഇരുള് മാറിയുള്ളൂ. വെളിച്ചം വന്നെങ്കിൽ മാത്രമേ ഈ അന്ധകാരം മാറിപ്പോവുള്ളൂ. അതുകൊണ്ട് സുവിശേഷമാകുന്ന വെളിച്ചം ലോകത്തിന് മുമ്പിൽ വിളിച്ചറിയിക്കുവാൻ ദൈവം നിങ്ങളെ അന്വേഷിക്കുന്നു. നിങ്ങളുടെ ങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം, സുവിശേഷമാകുന്ന വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിന്റെ സന്ദേശം, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ലോകത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന അന്ധകാര ശക്തികൾ, ഇരുളിന്റെ ആധിപത്യങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ മാറാൻ പോവുകയാണ്. ഇരുളിൽ നിന്ന് പ്രകാശം ഉദിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൽ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അപ്പം പ്രിയരെ, ഞാൻ ഈ ദൈവവചനമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവേ, ആമേൻ, ഈ ലോകത്തിൽ ഇന്നും ഇരുളിൻ്റെ ആധിപത്യത്തിലൂടെ കടന്നു പോകുന്ന കോടാനുകോടി ജനമാണ്. നമ്മൾ പറയുന്ന ഈ ലോകരാജ്യങ്ങൾ 7 വൻകര നമ്മൾ പരിശോധിച്ചാൽ 800 കോടിയിലധികം ജനം. 800 കോടി ജനം പറയുമ്പോൾ അവരുടെ തലമുറയെ കൂട്ടണം, എണ്ണത്തിൽപ്പെടാത്തവരെ കൂട്ടണം. അപ്പം എത്രയോ കോടി ജനങ്ങളാണ് ഇന്നും ഇരുളിൽ കിടക്കുന്നത്. ആമേൻ, സ്തോത്രം. ചില രാജ്യങ്ങളെക്കുറിച്ച്, ചില അവസ്ഥകളെക്കുറിച്ച്, അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, അവിടുത്തെ ജനത്തിൻ്റെ അവസ്ഥകൾ നാം കേൾക്കുകയും കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ കരളലിയിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അതേപടി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത് ചില ശുശ്രൂഷകൾ നൽകി ദൈവം നിങ്ങളെ ദേശത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും അയക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലകളിൽ നിങ്ങൾ ചെയ്തതിനേക്കാൾ
അതിനേക്കാൾ സാമിനിൽ ശ്രേഷ്ഠകരമേറിയ അനുഭവമുള്ള ശുശ്രൂഷ ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കരങ്ങൾ കൊണ്ടൊന്ന് രോഗികളുടെ മേൽ വെച്ച് കഴിയുമ്പോൾ ചില രോഗികൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ നാവിൽ ചില അധികാരത്തിൻ്റെ വാക്കുകൾ പുറപ്പെടുമ്പോൾ മുടന്തനായ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നുപോലെ ചിലതിനെയൊക്കെ നിങ്ങൾ എഴുന്നേൽപ്പിക്കും. ചിലതിനെയൊക്കെ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന മഹത്വമേ ഒരു ശുശ്രൂഷ ദൈവം നിങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. അല്ലേരി. അപ്പം നമുക്കറിയാം സ്തോത്രം. അല്ലേരിയ പത്രോസിൻ്റെ അല്ലെങ്കിൽ പ്രസംഗത്തിനകത്ത് വലിയ വിടുതലാണ്. സ്തോത്രം. അങ്ങനെ എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിൽ സഭയ്ക്ക് വലിയ പീഡനം ഉണ്ടായി നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ ആദ്യത്തെ പീഡനത്തെക്കുറിച്ച് കാണാൻ കഴിയും. അവിടെ എഴുതുന്ന അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകന്മാരും സദൂക്യരും അവരുടെ നേരെ വന്ന് അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാൻ നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരം ആകെ കൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം 5000-ഓളമായി. അതേപോലെ സഭയ്ക്ക് പീഡനമൊക്കെ വന്നെങ്കിലും അവരെ തടവിലാക്കിയെങ്കിലും ആ വചനം കേട്ടവരെല്ലാം വിശ്വസിച്ചു. അല്ലെങ്കിൽ അവരുടെ പുരുഷന്മാരുടെ എണ്ണം 5000-ഓളമായി. അത് അങ്ങനെ മേൽക്കുമേൽ ദൈവവചനം പരന്നുകൊണ്ടിരുന്നു. ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ചിലരെ അപ്പോസ്തലന്മാരായും ചിലർ പ്രവാചകന്മാരായും ചിലർ സുവിശേഷകന്മാരായും ഇടയന്മാരും ഉപദേഷ്ടന്മാരുമായി നിയമിച്ച് ദൈവം നമ്മെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾ ദൈവകരങ്ങളിൽ പണിയപ്പെടണം. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ പണിയപ്പെടുമ്പോൾ ഹല്ലേലൂയ ശുശ്രൂഷ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഈ വായിച്ചത് എന്താണ്? ഒറ്റ ആളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. പത്രോസിൽ കൂടെ ഒരുപാട് ദൈവദാസന്മാരെ കുറിച്ച്, അനവധി ഭക്തന്മാരെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നമുക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ നാം ചിന്തിച്ച ഭാഗത്തിനകത്ത് ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നേകരെ, നിങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ പാദപീഠത്തെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ എത്ര ഭീരുവാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, നിങ്ങൾ ഒരുപക്ഷെ സുവിശേഷം പ്രസംഗിക്കാൻ ഭയപ്പെടുന്ന ആളാണെന്ന് ചിന്തിച്ചാലും, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാലും, നിങ്ങൾ ദൈവസന്നിധി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുവാൻ ഈ ഉലകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ലോകത്തിലൊരു കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ഈ ലോകം ഒന്നടങ്കം നോക്കിയാൽ അത് തിരിച്ചറിയാൻ കഴിയില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും അതിൻ്റെ കൃപയൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശദീകരി, പത്രോസ് എന്ന് പറഞ്ഞ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചതുപോലെ നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പൗലൂസിനെ, ഒരു യോഹന്നാനെയൊക്കെ, ഒരു സ്തേഫാനോസിനെ, ഒരു പീലിപ്പോസിനെയൊക്കെ ദൈവം ഉപയോഗിച്ചതുപോലെ, ദൈവകരങ്ങളിൽ അവർ പണിയപ്പെട്ടതുപോലെ ഇന്ന് പകൽ നിങ്ങളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ചില ദൂതുകൾ ദൈവം നിങ്ങളുടെ നാവിന്മേൽ പകരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഇത് പകൽ ദൈവം നിന്നിലൂടെ ജീവൻ പോകുന്ന മഹനീയമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സ്തോത്രം. ഹല്ലേലൂയ. കാലം അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അക്രമങ്ങൾ പെരുകുന്നു. ഹല്ലേലൂയ. അരാജകത്വങ്ങൾ പെരുകുന്നു, പീഡനങ്ങൾ പെരുകുന്നു, രക്തച്ചൊരിച്ചിലുകൾ നടക്കുന്നു. അതിന് നടുവിൽ സമാധാനമില്ലാത്ത നമ്മുടെ ഭാരതത്തിനകത്ത്, സമാധാനമില്ലാത്ത നമ്മുടെ ലോകരാജ്യങ്ങൾക്ക് സമാധാനം പകർന്നു കൊടുക്കുവാൻ, സമാധാന സന്ദേശം പറഞ്ഞു കൊടുക്കുവാൻ ദൈവം നിങ്ങളെ അന്വേഷിക്കുക. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? പത്രോസിനെ പോലെ, അല്ലെങ്കിൽ ശിഷ്യന്മാരെ പോലെ എല്ലാ കണ്ണുകളും നിറച്ച ഹല്ലേലൂയ. ഇതൊക്കെ ദൈവം നിങ്ങളുടെ മേൽ പ്രത്യേകമായൊരു അഭിഷേകം പകരട്ടെ. അല്ലെങ്കിൽ ഇതുപോലെ ശക്തമായ നിയോഗം നിങ്ങളുടെ മേൽ പകരുകയാണ്. ശക്തമായ അഭിഷേകം വരുവാണ്. ചില വെളിപ്പാടുകൾ, ചില ദർശനങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്നുവരെ ശുശ്രൂഷയ്ക്കകത്തൊരു ഉയരുവാൻ കഴിയാതെ, ഒരു ശുശ്രൂഷ വേണ്ടതുപോലെ ചെയ്യുവാൻ കഴിയാതെ, ശുശ്രൂഷയിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ നിങ്ങൾ ജീവിതത്തിൽ തളർന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒക്കെ വേണ്ടതുപോലെ ശുശ്രൂഷ ഒന്നും വെളിപ്പെടാതെ ഇന്ന് പകൽ ഭാരപ്പെട്ട ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ
കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ് എന്നെ ആ പത്രോസിനെ ഒന്ന് ഉപയോഗിച്ചതുപോലെ എന്നെ ഒന്ന് ഉപയോഗിക്കുന്ന ആ അഭിഷേകത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ഒന്നുകൂടെ ഒന്ന് പുതുക്കുവാൻ ആമേൻ. ദൈവമേ, ഞാൻ എന്നെ തന്നെ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ സ്തോത്രമല്ലിയ ഉപദേശത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ആഗോള സഭയെ ദൈവത്തിൻ്റെ ദിവ്യമായ ലക്ഷ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ഇന്ന് പകൽ ഒരു പുത്തൻ അഭിഷേകം പകരാൻ പോവുക ദൈവം. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്ത് ഓർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കേട്ട വചനവും ഞങ്ങൾ സംസാരിച്ച വചനവും കർത്താവ് ഞങ്ങൾക്ക് തന്ന ഈ തിരുവെഴുത്തും അതിനകത്തെ അഭിഷേകവും ശക്തിയും ഇന്ന് പകൽ കർത്താവ് വചനം കേട്ട സകല മനുഷ്യരുടെ പേരും ഭൂലോകത്തിലുള്ള സകല ജനത്തിൻ്റെ പേരും ആ ദൈവത്തിൻ്റെ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ. ആമി കർത്താവ് അമ്മയുടെ ഗർഭം മുതൽ സ്വാമി കർത്താവ് മുടന്തനായ ആ മനുഷ്യൻ സുന്ദരമെന്ന ഗോപുര ദേവാലയത്തിൽ ഭിക്ഷ യാചിക്കുവാൻ ഇരുത്തുമാറുണ്ട്. എന്നാൽ പല നാളുകൾ അതിലൂടെ പലരും വന്ന് പോയിട്ടും ആമി സ്തോത്രം ആരാലും ഒരു സൗഖ്യമില്ലാതെ കിടന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പത്രോസ് യോഹന്നാനും അതിലൂടെ കടന്നുപോയപ്പോൾ ആമീൻ അവരിൽ കൂടെ ലഭിച്ച വലിയ സൗഖ്യം അതേ അനുഭവം തന്നെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ദൈവ മക്കളമിൽ ഈ വചനം വിശ്വസിക്കുന്നതിന് ആ അത്ഭുതമേറിയ വിടുതലിൻ്റെ ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ലോകം പലവിധത്തിലും പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനത്തിലും ദുരാത്മാവിൻ്റെ കയ്യിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ സാത്താനി ആരാധനയിൽ ജനം കുടുങ്ങി ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും ചൂതാട്ടങ്ങൾക്കും സകല അശ്ലീലമായ ജീവിത സാഹചര്യങ്ങൾക്കകത്തും മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ കർത്താവേ, അതിൽ ജനം വിടുവിക്കപ്പെട്ട് ശക്തമായി ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന നല്ല പാത്രങ്ങളായി മാറുവാൻ ദൈവത്തിന് കൊള്ളാകുന്നവരെത്തിരുവാൻ ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഒരു അഭിഷേകത്തെ പകർന്നാട്ട് വെളിപ്പാടുകൾ കൊടുക്കണം കർത്താവ്, ദർശനങ്ങൾ കൊടുക്കണം, പുത്തൻ അഭിഷേകം കൊടുക്കണം. പുതിയ നിയോഗത്തോടെ ചില പുതിയ വേലകൾ ഏറ്റെടുക്കുവാൻ, പുതിയ ശുശ്രൂഷകൾ ഏറ്റെടുക്കുവാൻ ദൈവം കൃപ കൊടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ചില വിടുതലുകൾ ഇന്ന് പകൽ തൻ്റെ ദാസന്മാരിൽ കൂടി വചനം കേൾക്കുന്ന ഞങ്ങളുടെ ഭക്തന്മാരുടെ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷം ലോക സമാധാനത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും വ്യാപരിക്കുവാൻ ഇന്ന് പകൽ കർത്താവ് ശക്തമായൊരു പ്രവൃത്തി ഇന്ന് പകൽ ജനത്തിൻ്റെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഈ കാലഘട്ടം വലിയൊരു തലമുറ എഴുന്നേൽപ്പിക്കണമേ. വലിയൊരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കും. തലമുറകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ തലമുറകൾ നഷ്ടപ്പെടാതെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിലൂടെ തലമുറയുടെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം, സകല കൃപയാൽ നിറച്ചാട്ടെ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.